ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബാലചന്ദ്രൻ്റെ മുറിയിൽ നിന്ന് ഭയങ്കര വിഷമത്തിൽ ഇറങ്ങി വരുന്ന മനുവിനോട് വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നിൻ്റെ അങ്കിള് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, അങ്കിള് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്, അലീനെ പറഞ്ഞു വിടാൻ അങ്കിള് തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ വൈജയന്തി പറയുന്നുണ്ട്, ഈ കുടുംബത്തെക്കാളും ഈ കുട്ടികളെക്കാളിലൊക്കെ വലുതാണോ അങ്ങേർക്ക് ആ വേലക്കാരി? നീ എത്ര പറഞ്ഞിട്ടും അങ്ങേര് കേട്ടില്ലേ? നീയല്ലേ അവളെ കൊണ്ടുവന്നത്, നീ തന്നെ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മനു പറയുന്നുണ്ട്, ഞാനാണ് കൊണ്ടുവന്നതെന്നൊക്കെ ശരിയാണ്, പക്ഷെ അവളിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിലാണ്. ഈ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള ബാലചന്ദ്രൻ പറയാതെ ഞാൻ എങ്ങനെ അവളെ കൊണ്ടുപോകും? പിന്നെ വരാൻ അവളും കൂടി തയ്യാറാവണ്ടേന്ന് പറയാനുണ്ടോ. അതൊന്നും എനിക്കറിയണ്ട, നീ അല്ലേ അവളെ ഇവിടെ വലിച്ചു കയറ്റിയത്, അപ്പൊ നീ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോണം. ഇനി അവൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ. ആന്റി ഇങ്ങനെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ആന്റിയുടെ ഈ വാശിയും ദേഷ്യം ആദ്യം ഒന്ന് മാറ്റി വെക്കുക, എന്നാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പകുതി തീരുന്നു പറയാൻ കേട്ടോ. അവള് പോയാൽ ഈ വീട്ടിലെ മുഴുവൻ പ്രശ്നം തീരും. അവള് പോയിട്ട് ഇവിടെ ഉണ്ടാവുന്ന എന്ത് ഭവിഷ്യത്തും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നിന്നോട് പറഞ്ഞല്ലോ. നീ ബാലചന്ദ്രന്റെ കാര്യമൊന്നും നോക്കണ്ട, നീ അവളെ വിളിച്ച് എങ്ങോട്ടാച്ചും കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ കേട്ടോ. അലീന എവിടെയെന്ന് ചോദിച്ചിട്ട് മനു എന്നിട്ട് അലീനെ അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. അലീനയാണെന്ന് വെച്ചാൽ കിച്ചണിൽ ഇരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. പെട്ടെന്ന് മനു വന്ന് വിളിക്കുമ്പോൾ അലീന ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനുവിനെ കണ്ടതും അലീന കൂടുതൽ കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട് മനു. എന്താ അലീന ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ തോണത്ത് കൈ വെച്ചിട്ട് മനു ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആകെ പേടിച്ച ഒരു മട്ടിലാണ് അലീന കരയുന്നതൊക്കെ കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുവേട്ടാ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, മനുവേട്ടാ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനു ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്ത് പറ്റി അലീന, എന്താണ് പ്രശ്നം എന്ന് പറയാം. പ്രശ്നമൊന്നും എനിക്ക് മനുവിനോട് പറയാൻ ഇപ്പം പറ്റില്ല, പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് പോവില്ല, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല എന്ന് പറയാൻ കേട്ടോ. മനു പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, ഈ വീട്ടിലെ ബാക്കി 5 പേരും നിനക്ക് എതിരാണ്, അങ്കിള് മാത്രം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നീ ഇവിടെ എന്തിനിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ബാക്കി എല്ലാവരും നിന്നെ അവഗണിക്കും, കുറ്റപ്പെടുത്തും ഒക്കെ ചെയ്യാണ്. എന്തിനാ ഇതൊക്കെ സഹിച്ചിട്ട് നീ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാന്ന് പറയാൻ കേട്ടോ. ഇല്ല മനുവേട്ടാ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്. ഇല്ല മനുവേട്ടാ എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കി, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, നിന്നെ കൊണ്ടുപോകാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്കിളിനോട് ഞാൻ പരമാവധി പറഞ്ഞു, പക്ഷെ അങ്കിൾ ഭയങ്കര ദേഷ്യത്തില്ല. നിന്നെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് അങ്കിൾ എന്നോട് പറഞ്ഞത്. നിന്നെ ഒരു ആയുധമായിട്ട് അങ്കിൾ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആന്റിയോടുള്ള ദേഷ്യത്തിന്. നീ അത് മനസ്സിലാക്കുക. നീ വാ നമുക്ക് പോവാന്ന് പറയണം. മുത്തശ്ശിക്ക് പോലും നിന്നെ ഇപ്പൊ ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. അതൊക്കെ എനിക്കറിയാം മനുവേട്ടാ, പക്ഷെ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. ഇവരെല്ലാരും കൂടി എന്നെ ഇവിടുന്ന് കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയാൻ കേട്ടോ. ഇനി എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് വെച്ചാൽ എല്ലാവരും കൂടി എന്നെ കൊന്നോട്ടെ, എന്നാലും എനിക്ക് വരാൻ പറ്റില്ല എന്നിട്ട് അവിടെ ഇരുന്ന് അലീനെ പൊട്ടിക്കറിയാൻ കേട്ടോ. മനു കുറേ പറഞ്ഞു നോക്കി, പക്ഷെ അലീനെ വരാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അലീന എങ്ങനെ പോകും? ബാലചന്ദ്രൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ അലീനെ ഭീഷണിപ്പെടുത്തിയ പോലെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അലീനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ മനു ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. തിരിച്ചു പോകുമ്പോൾ കാറിന്റെ ഡോറൊക്കെ തുറക്കുമ്പോൾ മോളിൽ ബാലചന്ദ്രൻ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. ബാലചന്ദ്രൻ മനസ്സിൽ എത്രമാത്രം വിഷമം സഹിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ മനുവിന് ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അങ്കിളുടെ മനസ്സിൽ എന്തോ വലിയൊരു കാര്യം കയറി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ വിഷമം അയാൾക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്കിൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ വീടിൻ്റെ ഉള്ളിൽ കടന്ന് എല്ലാവരുടെയും കുത്തുവാക്കുകളൊക്കെ സഹിച്ച് ഈ വീട്ടിൽ പെട്ടുപോകുന്ന ഒരാൾ അലീനയാണെന്ന് മനുവിന് നന്നായി മനസ്സിലാവുന്നത്. അത് മനുവിന് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരഞ്ഞു കലങ്ങി അലീനയുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് മനുവിന് നല്ല വിഷമമുണ്ട്. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിട്ടാണ് കേട്ടോ മനു ഇറങ്ങി പോകുന്നത്. എന്നിട്ട് മനു ഡോറ് തുറക്കുമ്പോൾ അവസാനമായിട്ട് അങ്കിളിനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനും മുകളിൽ നിന്നിട്ട് ആകെ നിസ്സഹായ അവസ്ഥയിൽ മനുവിനെ നോക്കുന്നുണ്ട്. അങ്ങനെ വിഷമിച്ച് മനു കാറെടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു പോയതിന് ശേഷം അലീന ക്ഷീണിക്കുന്നുണ്ട്, കരഞ്ഞ് ആകെ ക്ഷീണിച്ച് അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനെങ്ങനെ കരയുന്നത്, നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി ഞാൻ പോകുന്നില്ല, എന്നോട് പോവണ്ടെന്ന് ബാലചന്ദ്രൻ സാറ് പറഞ്ഞെന്ന് പറയാൻ കേട്ടോ. നീ എന്തിനാ അവന്റെ വാക്ക് കേൾക്കുന്നത്? വൈജിക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പോയിക്കോ, എന്തിനാ ഈ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നീ നിന്നാ ഇവിടെ പ്രശ്നം കൂടുകയുള്ളൂ, അത് നിനക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നീ പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. ഇനി ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല, ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയണം അലീന. അപ്പൊ നീ കരുതി കൂട്ടിയിട്ട് തന്നെയാണല്ലേ? എന്തിനാ ബാലചന്ദ്രന്റെ മാത്രം വാക്ക് നീ കേൾക്കുന്നത്? ഈ വീട്ടിലെ ഗൃഹനാഥ വൈജിയല്ലേ, അവൾക്ക് വേണ്ടാത്ത വേണ്ടാത്ത വേലക്കാരിയായിട്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്ന? അവളുടെ ആട്ടും തുപ്പൊക്കെ സഹിച്ചിട്ട് അതിന് ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല. ഇപ്പോൾ എനിക്കും ഇനി നിന്റെ പരിചരണം ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ.
അപ്പൊ അലീനയ്ക്ക് അത് നല്ല വിഷമാവുന്നുണ്ട്. ഓൾറെഡി കരഞ്ഞിട്ടാണ് അലീന വരുന്നത്. നീ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇതിലും മേലെ കരയേണ്ടി വരും. എന്റെ മകളുടെ ജീവിതം നീ നശിപ്പിക്കല്ലേ. നീ നിൽക്കുന്തോറും വൈജയുടെ ജീവിതത്തിനാണ്, വൈജയുടെ കുടുംബ ജീവിതമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പോ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. എന്താ മുത്തശ്ശി പറയുന്നത്? ഞാൻ കാരണമാണോ മുത്തശ്ശിയുടെ മകളുടെ ജീവിതം നശിക്കുന്നത്? മുത്തശ്ശിയുടെ മകൾ എന്നെങ്കിലും ബാലചന്ദ്ര സാറിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഭരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ ഇത്ര കാലം. ഇപ്പൊ അത് പറ്റാത്തതിന്റെ ദേഷ്യമാണ് മാഡത്തിന്, അല്ലാതെ ഞാൻ വന്നത് കൊണ്ടൊന്നല്ല. സാറിന് അറ്റാക്ക് വന്നതിന് ശേഷം സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ കാര്യം അറിയാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എല്ലാവരും ഞാൻ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിച്ച അതിന്റെ കാരണം ഞാനാണോ? മേഡം വരുത്തി വെച്ചതാണ് മേഡത്തിന്റെ ഈ അവസ്ഥയൊക്കെ. മേഡത്തിന്റെ പല കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് സാർ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങിയത്. അതൊന്നും മുത്തശ്ശേരി കൊണ്ട് പറയിക്കരുതെന്ന് പറയുന്നു കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? എന്തറിഞ്ഞിട്ടാണ്? എന്റെ മകളെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത്? അവന് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അവന്റെ മക്കളുടെ മുന്നിൽ നിന്നെ മാത്രം സ്നേഹിക്കുക, നിന്നെ ഏത് നേരം മുറുകി പിടിച്ചു വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുമ്പോൾ. മുത്തശ്ശി അങ്ങനെയാണ് എന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത്? സാറിന്റെ കാശിനും പണത്തിനൊക്കെ വേണ്ടി സാറ് പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് മുത്തശ്ശിനെ കണ്ടുന്നത്. സാറ് ഇപ്പൊ ഇവരോടൊക്കെ പെരുമാറുന്നതിന് വേറൊരു ഉദ്ദേശം, വേറൊരു കാരണമുണ്ട്. അത് സാറിനെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നെ നിനക്കാണോ അതറിയുന്നത്? വൈജയേക്കാളും കൂടുതൽ ബാലചന്ദ്രനെ മനസ്സിലാക്കിയിട്ട് നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മാഡത്തിനേക്കാളും കൂടുതലൊന്നും ഞാൻ ബാലചന്ദ്രൻ സാറിനെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ബാലചന്ദ്രൻ സാർ ഇപ്പൊ ഇങ്ങനെ പെരുമാറാനുള്ള കാരണം എനിക്കറിയാന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് കാരണം? എന്റെ മകൾ അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ഇത്രയും ഈ 22 വർഷം അവള് നന്നായിട്ടാണ് ഈ കുടുംബജീവിതം നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഇത്രയും കാലം ഇവിടെ ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല. നീ വന്ന് കയറിയതിനു ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിക്കുമ്പോൾ ആ 22 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യേ മുത്തശ്ശി നോക്കുന്നുള്ളൂ. 22 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ കാരണമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടത് മുത്തശ്ശി ഞെട്ടുന്നുണ്ട് കേട്ടോ. 22 വർഷം മുന്നേ എന്തുണ്ടായിന്ന് മുത്തശ്ശിക്ക് എല്ലാം അറിയാം. മാഡത്തിന്റെ ജീവിതത്തിൽ 22 വർഷം മുന്നേ ഉണ്ടായ ഒരു വലിയ കാര്യം, നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, അത് സാർ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പരിണത ഫലമാണ് ഈ വഴക്കും വക്കാണും ഒക്കെ. ഇത് ഞാൻ പോയാലൊന്നും ഇത് തീരില്ല. അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. മാഡത്തിന് സാറുമായിട്ടുള്ള കല്യാണത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നും ആ കുട്ടീനെ നിങ്ങളെല്ലാവരും കൂടി ഓർഫനേജിലാക്കിയതൊക്കെ എനിക്കറിയാം. അതൊക്കെ സാർ അറിഞ്ഞിട്ടുണ്ട്. അത് കാരണമാണ് സാർ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മാഡത്തിന്റെ ജീവിതം ഇല്ലാതാക്കുന്നത് മാഡം തന്നെയാണ്. മാഡം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞ് സാറൊക്കെ അത് ചിലപ്പോൾ മറക്കും, അല്ലെങ്കിൽ സാറിന്റെ വഴിക്ക് വിട്ടാൽ മതി മാഡത്തിന്. അല്ലാതെ ഈ അനിയന്മാരെയും ചേട്ടന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കോലാഹലം ഉണ്ടാക്കി എന്നെ ഇറക്കി വിടേണ്ട കാര്യം എന്താ? ഞാൻ നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ വന്നു? നിങ്ങളെയൊക്കെ നോക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടില്ലേ? മുത്തശ്ശിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തില്ലേ? ഇപ്പൊ മുത്തശ്ശിക്ക് പോലും ഞാൻ വേണ്ടാത്തവളായില്ലേ എന്നൊക്കെ ചോദിച്ച് അലീനക്ക് അറിയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഇതൊക്കെ നിന്നോട് ബാലചന്ദ്രനാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സാറിന് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അത് കാരണമാണ് സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. മാഡത്തിനോടൊന്ന് ഒതുങ്ങാൻ പറയുക, അല്ലാതെ ഞാനല്ല ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങളെല്ലാവരും എനിക്ക് എന്റെ കുടുംബം പോലെയാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ തയ്യാറായിരുന്നു, പക്ഷെ ഇനി എനിക്കത് പറ്റില്ല. സാറിന് ഞാൻ വാക്ക് കൊടുത്തതാണ്. സാറ് പറയാതെ ഞാൻ ഇനി ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് ഞാൻ മാറുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അങ്ങനെ കൊന്നു കളഞ്ഞേക്ക്, അല്ലാതെ ഞാനായിട്ട് ഇനി ഇവിടുന്ന് പോവില്ല. സാറ് പറയാണ്ട് എനിക്ക് പോവാനും പറ്റില്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ മകളുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മുത്തശ്ശിയുടെ മകളുടെ ജീവിതം തകർക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകൾ തന്നെയാണ്, അല്ലാതെ ഞാനൊന്നല്ല. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും. നിങ്ങളെല്ലാവരും എന്നോട് ചെയ്തതിനും പറഞ്ഞതിനൊക്കെ പശ്ചാത്തപിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. അന്ന് ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടായില്ലെന്ന് വരില്ല. പക്ഷെ അതുവരെയെങ്കിലും ഞാനിവിടെ നിൽക്കട്ടെ. ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല. ആർക്കും ഒരു ശല്യം ചെയ്യാൻ ഞാൻ വരുന്നില്ല. ഞാൻ ബാലചന്ദ്രൻ സാറിന്റെ കാര്യം മാത്രം നോക്കി എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. മാഡത്തിനോടൊന്നും ഒന്നിനും ഞാൻ പോവില്ല മുത്തശ്ശി. മുത്തശ്ശിക്ക് ഞാൻ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അലീന ഇറങ്ങി പോവാണ് കേട്ടോ. പക്ഷെ മുത്തശ്ശിക്ക് വിഷമാവുന്നുണ്ട്. അതിലുപരി അവൾ പറഞ്ഞ കാര്യങ്ങൾ മുത്തശ്ശി ആലോചിക്കാൻ കേട്ടോ. അപ്പൊ ഇവളുടെ ആഗ്രഹത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും കാരണം എന്നൊക്കെ മുത്തശ്ശീനെ അലട്ടുന്നുണ്ട് കേട്ടോ.
അപ്പൊ എൻ്റെ മകളുടെ ജീവിതം നശിച്ചു. ഇനി അവൾക്ക് ബാലചന്ദ്രനായിട്ടൊരു സന്തോഷം വാശി പിടിച്ച് നിന്ന് അത് ബാലചന്ദ്രനെ ഇനി ദേഷ്യത്തിലാക്കുക ചെയ്യുള്ളൂ. എങ്ങനെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവളായിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന മുത്തശ്ശിനെ കാണുന്നുണ്ട് കേട്ടോ. കരഞ്ഞുകൊണ്ട് പോകുന്ന അലീനെ എല്ലാവരും അലീനനെ ഒറ്റപ്പെടുത്തുന്നില്ല. അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആകെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയി നിൽക്കുകയാണ് കേട്ടോ അലീന. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഹൈപ്പും ചെയ്യണേ. താങ്ക്